രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയം ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാമത്തെ ദശകമാണ്, 3ാമത്തെ ശ്ലോകമാണ്, 90ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ളതൊക്കെ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിയാകുമ്പോൾ നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച 12 മണിക്ക് കൃഷ്ണൻ്റെ സർവസ്വവുമായ കണ്ണൻ്റെ രാധ, രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. അധികം താമസിയാതെ ബുധനാഴ്ച ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് കിട്ടും. വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ്സാണ്. വെള്ളിയാഴ്ച ദിവസം സൗന്ദര്യലഹരിയുടെ ക്ലാസ്സാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലത്താണ്. ദൂരെ നിന്ന് വരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുമില്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നാണ്. അതുകൂടാതെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം അത് വായിക്കുക. പിന്നെ ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാവക്ര ഗീതയുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. പ്ലേലിസ്റ്റിൽ നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളുണ്ട്. രാധികാ കവചം 2 ഞാൻ പഠിപ്പിച്ചതുണ്ട്. രാധാ സഹസ്രനാമമുണ്ട്. രാധാ മാനസ തന്ത്രം എന്ന ഉജ്ജ്വലമായ രാധാ മന്ത്രമുണ്ട്. അതുകൂടാതെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. എന്ന് മാത്രവുമല്ല, മോർണിംഗ് മെസ്സേജ് എല്ലാ ദിവസവും ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി ഉണരാനും പുതിയ പുതിയ അറിവുകൾ നേടാനും എന്നും രാവിലെ 5:30 സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഏത് കിട്ടുന്നതാണ്, മോർണിംഗ് മെസ്സേജ് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമ. ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. ഇന്ന് നമ്മുടെ എപ്പിസോഡ് പാടിത്തരുന്നത് നിങ്ങളുടെ പ്രിയങ്കരനായി മാറിയ സുനിലാണ്.
സുനിലാണ് ഇപ്പൊ നാരായണീയത്തിന്റെ കുറച്ച് എപ്പിസോഡുകൾ പാടുന്നത്. സുനിലിനെ രാധേ രാധേ പ്രേക്ഷകർക്ക് അങ്ങേയറ്റം സുപരിചിതമാണ്. കാരണം സുനിൽ നാരായണീയം പാടിത്തരുന്നുണ്ട്. അതേ കണക്ക് തന്നെ സൗന്ദര്യ ലഹരിയും സുനിൽ പാടുന്നുണ്ട്. അങ്ങനെ രാധേ രാധേ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഞങ്ങളുടെ സുനില് അഭിമാനപൂർവ്വം ഞാൻ പറയട്ടെ, വളരെ മനസ്സിരുത്തി ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് രാധേ രാധേ ചാനലിന്റെ പ്രിയങ്കരനായ സുനിൽ അത് ആലപിക്കുകയാണ്. കേട്ടുകൊള്ളൂ. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേത് ഇതി സ്മൃത നിശ്ചയ സകലു നാലരന്ധ്രാധ്വന സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢതി സ്ത്വദീയമതിമോഹനം നതു കലേവരം ദൃഷ്ടവാൻ. അപ്പോൾ നമ്മുടെ സുനില് അത് മനോഹരമായി പാടിയത് കേട്ടല്ലോ. ഇനി നിങ്ങൾ നോക്കട്ടെ. അമുഷ്യ ഹി സരോരുഹ കിമപി കരണം സംഭവേദിതി സ്മകൃത നിശ്ചയ സ ഖലു നാളരന്ധ്രാധ്വന സ്വയോഗ ബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീസ്ത്വദീയ മതിമോഹനം ന തു കളേബരം ദൃഷ്ടവാൻ. അർത്ഥങ്ങൾ എഴുതിക്കോ. അമുഷ്യഹി സരോരുഹ, അമുഷ്യഹി സരോരുഹ. അർത്ഥം ഈ താമരപ്പൂവിന് കിമപിക കരണം, എന്തെങ്കിലും കാരണം. അർത്ഥം കിമപിക കരണം, എന്തെങ്കിലും കാരണം. സംഭവേ വിധി, അർത്ഥം തീർച്ചയായും ഉണ്ടായിരിക്കണമെന്ന്. കൃതനിശ്ചയ, അർത്ഥം തീരുമാനിച്ചുകൊണ്ട്. സഖലു, ആ ബ്രഹ്മാവാകട്ടെ നാളരന്ധ്രാധ്വന, അർത്ഥം താമര നാളത്തിലെ ദ്വാരത്തിലൂടെ സ്വയോഗ ബലവിദ്യയ, യോഗബലം എന്ന വിദ്യയാൽ, അതൊരു അഭ്യാസം. യോഗബലം എന്ന വിദ്യയാൽ സമവരൂഢവാൻ താഴോട്ടിറങ്ങി എന്നാണ് അർത്ഥം. താഴോട്ടിറങ്ങി. പ്രൗഢധി, ബുദ്ധിമാൻ, ധി ബുദ്ധി. അടുത്തത് ത്വദീയം അതിമോഹനം, അർത്ഥം അങ്ങയുടെ അത്യന്തം മനോഹരമായ. ത്വദീയം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ എന്നർത്ഥം. അതിമോഹനം, അത്യന്തം മനോഹരമായ. ന ഇല്ല, തു അങ്ങയുടെ, കളേബരം ശരീരം, ദൃഷ്ടവാൻ കാണുക. അപ്പൊ അത് ചേർത്ത് ന തു കളേബരം ദൃഷ്ടവാൻ. ന തു കളേബരം ദൃഷ്ടവാൻ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ശരീരം കണ്ടില്ല. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ താമരയ്ക്ക്, ഈ വിരിഞ്ഞു നിൽക്കുന്ന താമരയ്ക്ക് ഏതെങ്കിലും തരത്തിലൊരു കാരണം ഉണ്ടായിരിക്കും. വെറുതെ ഒരു താമര ഇങ്ങനെ വന്ന് നിൽക്കില്ല, അതിനകത്ത് ഞാനും ഇരിക്കില്ല, ഇതിനൊരു കാരണം ഉണ്ടാകും എന്ന് ബ്രഹ്മാവ് ഉറപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം തൻ്റെ ബുദ്ധി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അദ്ദേഹം എന്തു ചെയ്തു? ബുദ്ധി ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തനിക്ക് യോഗവിദ്യ അറിയാൻ പറ്റും. ആ യോഗവിദ്യ കൊണ്ട് താമര നാളമാകുന്ന മാർഗത്തിലൂടെ താഴോട്ടിറങ്ങിപ്പോയി അന്വേഷിക്കാം. പക്ഷേ അങ്ങനെ അന്വേഷിച്ചിട്ടും അവിടെ ഒന്നും തന്നെ കണ്ടില്ല. അപ്പോൾ ബ്രഹ്മാവ് വിചാരിച്ചു ഈ താമര വെറുതെ വിരിഞ്ഞു നിൽക്കില്ല, ഈ താമരയ്ക്ക് നിശ്ചയമായും ഒരു കാരണം കാണും. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹം വിചാരിച്ചു ഈ താമരയിൽ ഒരു വലിയ ദ്വാരം, ഇതിനകത്തുകൂടി താഴോട്ടിറങ്ങി നോക്കാം എന്ന് കരുതി. അങ്ങനെ താഴോട്ടിറങ്ങി ചെന്നിട്ടും ബ്രഹ്മാവ് ഭഗവാന്റെ അതിമനോഹരമായ ശരീരം കണ്ടില്ല. ഇനി നമുക്ക് ഓരോ വരിയും എടുത്ത് പരിശോധിക്കാം. ഒന്നാമത്തെ വരി, അമുഷ്യാഹി സരോരുഹ കിമപി കാരണം സംഭവേ.
എന്താണ്? അമുഷ്യേഹി സരോവരം, ഈ താമരപ്പൂവിന് കിമപി കാരണം, എന്തെങ്കിലും കാരണം, സംഭവേതിരി, ഉണ്ടായിരിക്കണം, ഇതിനെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കണം. അതായത് ഒന്നാമത്തെ വരി പറയുന്നത് എന്താണെന്നറിയാമോ? ബ്രഹ്മാവ് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഈ താമര എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, എന്തിനു വന്നു, ഇതിൻ്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഈശ്വര പ്രേമമുള്ള ഒരു ഉപാസകനാണ് ശരിക്കും ബ്രഹ്മാവ്. അതുകൊണ്ടാണ് ഈശ്വര നിശ്ചയപ്രകാരമുള്ള ഒരു കാരണം ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകുമെന്ന് ബ്രഹ്മാവ് ചിന്തിക്കുന്നത്. ഒരു നിരീശ്വരവാദിയാണെങ്കിൽ അവൻ ആ താമര വന്നത് ആ ജീനും ഈ ജീനും കൂടെ ചേർന്ന് പ്രപഞ്ചത്തിൻ്റെ വിസ്ഫോടനം കൊണ്ടൊക്കെ ഉണ്ടായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ തത്വശാസ്ത്രങ്ങളിൽ നിൽക്കും. അതേസമയം ഈശ്വരൻ വിശ്വാസമുള്ളവനറിയാം ഈശ്വരൻ എന്ത് ചെയ്യുന്നതിൻ്റെ പിന്നിലും ഒരു കാരണമുണ്ട്. ബ്രഹ്മാവ് ഈശ്വര വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനറിയാം ഈ താമര ഇങ്ങനെ വന്നതിൻ്റെ പിന്നിലൊരു ഈശ്വര നിശ്ചയമായ കാരണമുണ്ടെന്നറിയാം. അതോടുകൂടി ഈ താമരയ്ക്കു പിന്നിൽ ഒരു ശക്തി ഉണ്ടെന്ന് ഉറപ്പിക്കുകയാണ് ബ്രഹ്മാവ് ആദ്യം ചെയ്തത്. ബ്രഹ്മാവ് ഒന്ന് നിശ്ചയിച്ചു, ഈ താമര ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നമുക്ക് കാണാൻ കഴിയാത്തത്ര ഒരു വലിയ ശക്തി ഉണ്ട്. ഒരു താമര, അതിനകത്ത് ഞാനിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ താമരയ്ക്കൊരു ആധാരവും ഒരു ഉൽപ്പത്തിയും കാണുമല്ലോ. എന്ന് പറഞ്ഞാൽ ഈ താമരയെ താങ്ങി നിർത്തുന്ന എന്തെങ്കിലും ഒന്ന് കാണും, അതാണ് ആധാരം. ഈ താമരയെ താങ്ങി നിർത്തുന്ന എന്തെങ്കിലും ഒന്ന് കാണും, അതിനെയാണ് ആധാരം എന്ന് വിളിക്കുന്നത്. അതേ കണക്ക് ഈ താമര ജനിച്ച ഒരു സ്ഥലവും കാണും, അതിനെയാണ് ഉൽപ്പത്തി എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മാവിന് ഒരു കാര്യം മനസ്സിലായി, ഈ താമര ജനിച്ച ഒരു സ്ഥലം കാണും, ഈ താമരയെ ആരോ ഒരു ശക്തി ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം നമ്മൾ ഇതിൻ്റെ 1-ാം ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചതാണ്, 4 മുഖങ്ങൾ ഉപയോഗിച്ച് 4 ദിക്കുകളും പരിശോധിച്ചപ്പം ചുറ്റും ഒന്നും കണ്ടില്ല. അതോടെ അദ്ദേഹം നിസ്സഹായനായി തീർന്നു. അപ്പോൾ ഒരു വിഷമമുണ്ടായി. ആ വിഷമത്തെ കീഴടക്കി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്, എനിക്ക് ബുദ്ധി ഈ ഈശ്വരൻ തന്നു കാണും. ഈ താമര സൃഷ്ടിച്ച അതേ ഈശ്വരൻ എനിക്ക് ബുദ്ധിശക്തിയും തന്നു കാണും. അത് ഞാൻ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല ഇതുവരെ എന്ന് ചിന്തിച്ചു. ഈശ്വരനെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഓരോ ഉപാസകനും ബ്രഹ്മാവിനെ പോലെ പെരുമാറുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ബ്രഹ്മാവിനെ പോലെ ഈശ്വരനെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഉപാസകനും ബ്രഹ്മാവിനെ പോലെ പെരുമാറണം. ബ്രഹ്മാവ് എന്താ ചെയ്തത്? ഈ താമര ഇത് എവിടുന്ന് വന്നു, എങ്ങോട്ട് പോന്നു, ആരാണ് ഇതിനെ താങ്ങി നിർത്തിയത്? അതുപോലെ മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും സ്വയം ചോദിക്കണം, ഈ പ്രപഞ്ചം എവിടുന്ന് വന്നു? ഈ പ്രപഞ്ചവും നമ്മളും തമ്മിലുള്ള ബന്ധമെന്ത്? ഈ പ്രപഞ്ചത്തെ ആരാണ് താങ്ങി നിർത്തുന്നത്? ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങളും മോശപ്പെട്ട കാര്യങ്ങളും ഇതിനെന്തെങ്കിലും ഒരു കാരണം കാണില്ലേ? കാരണമില്ലാതെ എന്തെങ്കിലും സംഭവിക്കുമോ? ഇപ്പം നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരാൾ കയറി വന്നൊരടി തന്നാൽ അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്നല്ലേ? എന്തോ ഒരു കാരണമുണ്ടെന്നല്ലേ? ആ കാരണം എന്താണ്? ഈ ചിന്ത ബുദ്ധിമാനായ ഒരുവനെ ഈശ്വരനിലേക്ക് നയിക്കും, മർക്കണമുഷ്ടിക്കാരനെ നിരീശ്വരവാദത്തിലേക്ക് നയിക്കും. ചുരുക്കി പറഞ്ഞാൽ ബുദ്ധിമാൻ ഈ ചിന്തയിലൂടെ ഈശ്വരനിലേക്കും പോകും, മണ്ടൻ ഈ ചിന്തയിലൂടെ നിരീശ്വരവാദത്തിലേക്കും പോകും. കാരണം എന്തുകൊണ്ട്? ഒരു നിരീശ്വരവാദിക്കും കൃത്യ ഉത്തരം പറയാൻ പറ്റത്തില്ല. അവൻ പറയും, മനസ്സിലായില്ലേ, ഇത് ആ വിസ്ഫോടനം കൊണ്ടുണ്ടായി. അപ്പം നമ്മൾ ചോദിക്കും, ആ വിസ്ഫോടനം എങ്ങനെ ഉണ്ടായി? ഉടനെ പറയും അതിനകത്ത് ഇന്ന ഘടകങ്ങൾ. അപ്പം നമ്മൾ ചോദിക്കണം അതെങ്ങനെ ഉണ്ടായി? അങ്ങനെ വരുമ്പോൾ ഒരു നിരീശ്വരവാദിക്ക് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റില്ല. പക്ഷെ ഈശ്വര വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഈശ്വരനാണ് സൃഷ്ടിച്ചത്. ഇവിടെ ബ്രഹ്മാവും മനസ്സിലാക്കി ഇതൊക്കെ ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. ആ ഈശ്വരൻ എവിടെ എന്ന അന്വേഷണമാണ്
ബ്രഹ്മാവ് ആരംഭിച്ചത്. ഇത്രയുമാണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം. ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് വരാം. ദിതിസ്മ കൃതനിശ്ചയസ ഖലു നാളരന്ധ്ര. നാളരന്ധ്ര. അപ്പൊ നോക്കേ, കൃതനിശ്ചയ അർത്ഥം തീരുമാനിച്ചുകൊണ്ട്, സ ഖലു ആ ബ്രഹ്മാവാകട്ടെ, നാളരന്ധ്രാധ്വന എന്ന് പറഞ്ഞ താമര നാളത്തിലെ ദ്വാരത്തിലൂടെ. അപ്പൊ രണ്ടാമത്തെ വരിയിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? അപ്പൊ ബ്രഹ്മാവ് ഈ താമര എവിടുന്ന് വന്നു, ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കണമെന്നൊക്കെ തീരുമാനിച്ചു. പിന്നീട് ബ്രഹ്മാവ് ചെയ്തത് താമരയെ താങ്ങി നിർത്തുന്ന ആധാരത്തെ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഈ താമരയെ ഏതോ ഒരു ശക്തി താങ്ങി നിർത്തിയിരിക്കുകയാണ്. ആ ശക്തിയെ ഈശ്വരൻ എന്ന് വിളിക്കാം. ആ ഈശ്വരനെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടന്നത്. അതിനുശേഷം താമര എവിടെ ജനിച്ചു എന്നതും കണ്ടുകിട്ടണം. ഇതിന് എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്താൽ ഈ താമരയെ താങ്ങി നിർത്തുന്ന ആ പുണ്യശക്തിയെ, പുണ്യപുരുഷനെ കണ്ടെത്താൻ പറ്റുമെന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ താമരപ്പൂവിനെ ഒരു തണ്ടിനകത്താണ് ഈ താമരപ്പൂ നിൽക്കുന്നത്. അപ്പൊ ബ്രഹ്മാവ് നോക്കിയപ്പോൾ കാണാം, താമരയിൽ നിന്നും തണ്ടിനകത്തേക്ക് ഒരു വലിയ ദ്വാരം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇരിക്കുന്ന ബ്രഹ്മാവിനെ പോലെ 1000 ബ്രഹ്മാവിന് ഇരിക്കാൻ വിസ്താരമുള്ള താമരയാണ്. അല്ലാതെ നിങ്ങൾ വീട്ടിൽ കാണുന്ന അല്ലെങ്കിൽ കുളത്തിൽ കാണുന്ന താമര അല്ലിത്. 1000 ബ്രഹ്മാവിനിരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള താമരയാണിത്. അപ്പൊ ആ താമരയ്ക്ക് ഒരു തണ്ടുണ്ട്. താമരയിൽ നിന്നൊരു ദ്വാരം ആ തണ്ടിലേക്ക് പോകുന്നത് ആര് കണ്ടു? ബ്രഹ്മാവ് കണ്ടു. ഇനി നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും വരിയിലേക്ക് വരാം. അത് രണ്ടും ഇവിടെ ചേർത്താണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് മൂന്നാമത്തെയും നാലാമത്തെയും വരി? സ്വയോഗ ബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീ സ്തുതീയ മതിമോഹനം ന തു കലേബരം ദൃഷ്ടവാൻ എന്നതാണത്. അപ്പോ എന്താ അതിൻ്റെ അർത്ഥം? സ്വയോഗ ബലവിദ്യയാ, യോഗബലം എന്ന വിദ്യയാൽ സമവരൂഢവാൻ താഴേക്കിറങ്ങി ചെന്നിട്ട്, പ്രൗഢിധി എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനായി, ത്വദീയം അതിമോഹനം അർത്ഥം അങ്ങയുടെ അത്യന്തം മനോഹരമായ, നത്തു കളേബരം ദൃഷ്ടവാൻ അദ്ദേഹത്തിൻ്റെ, അതായത് ഭഗവാന്റെ മനോഹരമായ ശരീരത്തെ എന്താണ് കണ്ടില്ല. അപ്പൊ നമുക്ക് എന്താണ് ഈ 3ഉം 4ഉം വരിയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ബ്രഹ്മാവിന് ജിജ്ഞാസ വർദ്ധിക്കാൻ തുടങ്ങി. ഇവിടെ എവിടെയോ ആ ശക്തി, ഇതിനെ താങ്ങി നിർത്തുന്ന ശക്തി ഉണ്ടെന്ന് ബ്രഹ്മാവിന് മനസ്സിലായി. അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്തു? യോഗവിദ്യയെ ആശ്രയിച്ചു. ആ യോഗവിദ്യ പ്രകാരം താമര നാളത്തിലൂടെ താഴേക്കിറങ്ങി പരിശോധിച്ചു. അപ്പൊ ബ്രഹ്മാവ് കണ്ടതൊരു വലിയ താമര. ആ താമരയ്ക്കകത്ത് ബ്രഹ്മാവ് ഇരുന്നിട്ടും പിന്നെയും ബാക്കി സ്ഥലത്ത് ഇങ്ങനെ നല്ല ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെ ഇറങ്ങിയാൽ അതിൻ്റെ തണ്ടിലൂടെ താഴേക്ക് പോകാം. അപ്പൊ ജലത്തിൻ്റെ മുകളിലാണ് താമര, ഈ ജലത്തിൻ്റെ അടിയിലായിട്ടാണ് തണ്ട്. ആ തണ്ടിൻ്റെ അടിയിലായിരിക്കും ഇതിനെ താങ്ങി നിർത്തുന്ന ശക്തി, പുണ്യപുരുഷൻ ഭഗവാൻ ഉള്ളതെന്ന് ബ്രഹ്മാവിന് തോന്നുകയും അങ്ങനെ ബ്രഹ്മാവ് എന്തു ചെയ്തു? ആ താമരയുടെ ദ്വാരത്തിനകത്തൂടെ വളരെ കഷ്ടപ്പെട്ട് താഴേക്കിറങ്ങി. അങ്ങനെ ഇറങ്ങി ചെന്ന് പരിശോധിച്ചു. അങ്ങ് അറ്റം വരെ ചെന്ന് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചിട്ടും എന്ത് കണ്ടില്ല? താമരയെ താങ്ങി നിർത്തിയിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെ കണ്ടില്ല. നാഭിയിൽ മുളച്ച താമരയിലിരിക്കുന്ന ബ്രഹ്മാവിനെ താങ്ങി നിർത്തുന്ന ഭഗവാന്റെ സുന്ദരമായ ശരീരത്തെ മാത്രം കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ നമുക്കൊരു വലിയ മുന്നറിയിപ്പാണ് ഭട്ടതിരിപ്പാട് തരുന്നത്. ഇവിടെ നോക്കൂ, ബ്രഹ്മാവാണ്. ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അംശം തന്നെയാണ്, അല്ലേ? ആ ബ്രഹ്മാവ് ആദ്യമായിട്ടുണ്ടായ സൃഷ്ടി. ബ്രഹ്മാവ് ഭഗവാനെ കാണാൻ വേണ്ടി അറ്റ കൈക്ക് യോഗവിദ്യ എന്ന ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള യോഗബലം വരെ അവലംബിച്ച്
താമര നാളത്തിലൂടെ താഴേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് പരിശ്രമിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഒരു താമരയും നാളവും എന്ന അർത്ഥത്തിൽ നിങ്ങൾ എടുക്കരുത്. ഒരു താമര നാളത്തിലൂടെ താഴേക്ക് ഇറങ്ങി സമുദ്രത്തിന്റെ അടിയിലേക്കാണ് അത് പോകുന്നത്. അപ്പൊ ഇതുകൊണ്ടൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? ഈശ്വരനെ കാണുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഈശ്വര ദർശനം കിട്ടുക എളുപ്പമല്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഭഗവാൻ മഹാവിഷ്ണു അല്ലേ സമുദ്രത്തിലാ കിടക്കുന്നത്, അനന്തന്റെ പുറത്താണ് തലവെച്ച് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ നടുക്ക് അനന്തന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഒരു വിഷ്ണു ഉണ്ടെന്നല്ല നിങ്ങൾ കരുതേണ്ടത്. ഒന്ന്, സമുദ്രത്തിന്റെ നടുക്ക് എത്തപ്പെടാൻ തന്നെ പാട്. ഇനി എത്തപ്പെട്ടാലും ഭഗവാനെ കാണാൻ പറ്റില്ല, അനന്തം നിൽക്കുകയാണ്. അനന്തനും കനിഞ്ഞാലേ ഭഗവാനെ കാണാൻ പറ്റൂ. അതാണ്. അപ്പൊ ഭഗവാനെ കിട്ടുക വലിയ പാടാണ്. ഇവിടെ സാക്ഷാൽ ബ്രഹ്മാവ് പോലും പലതരത്തിലുള്ള കാര്യങ്ങൾ പരീക്ഷിച്ചൊടുവിൽ ഉന്നതമായ യോഗവിദ്യ പരീക്ഷിച്ചിട്ടും ഭഗവാനെ കണ്ടെത്തിയില്ല. ഇവിടെ ഭഗവാനെ കണ്ടെത്താൻ വേണ്ടി ധ്യാനം അല്ലേ, നിങ്ങളെ മെഡിറ്റേഷൻ എന്താണ്, ധ്യാനം ചെയ്യുന്നവരുണ്ട്, വ്രതമെടുക്കുന്നവരുണ്ട്, അമ്പലത്തിൽ പോകുന്നവരുണ്ട്, യോഗ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള യോഗചര്യകളിലൂടെ ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ ഭൂമിയിലെ എത്രയോ ജനങ്ങളാണ് ശ്രമിക്കുന്നത്. അവർക്ക് ഭട്ടതിരിപ്പാട് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണിത്. അപ്പോൾ പറയുകയാണ്, ഭട്ടതിരിപ്പാട് പറയുകയാണ്, നോക്കൂ, യോഗബലത്തെ പോലും കൂട്ടുപിടിച്ചിട്ടും ബ്രഹ്മാവിന് ഭഗവാനെ കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ ഭഗവാനെ കാണാൻ മെഡിറ്റേഷനോ യോഗബലമോ ഇതൊന്നും പോരാ. ഭഗവത് ദർശനത്തിന് ഭഗവാന്റെ കാരുണ്യം വേണം. അതാണ് പ്രശ്നം. ഭഗവാനെ കാണണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം കൂടി വേണം. ബ്രഹ്മാവിന് ആ കാരുണ്യം ഇതുവരെ കിട്ടിയില്ല. ആ കാരുണ്യം കിട്ടാത്തത് കൊണ്ടാണ് ഭഗവാനെ കാണാത്തത്. അതുകൊണ്ട് ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്ന ഭൂമിയിലെ ജനങ്ങളെ, നിങ്ങൾ ആദ്യമേ കയറി അങ്ങ് വലിയ മെഡിറ്റേഷനും അതും ഇതും, പിന്നെ അങ്ങ് വീമ്പടിയാണ്. പിന്നെ എങ്ങനെയാ നമുക്ക് കിട്ടുന്നത്? എനിക്ക് പലരും ഇങ്ങനെ അവർ പറച്ചിലിൽ തന്നെ അഹങ്കാരമാണ്. ഞാൻ ഒരു ദിവസം ഇത്ര നേരം മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, ഇത്ര നേരം ഇത് ചെയ്യാറുണ്ട്. കണ്ടോ, മനസ്സിലെ അഹങ്കാരം അടക്കാനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. പക്ഷേ പലർക്കും മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഫലമായി ഞാൻ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്ന അഹന്ത വരികയാണ്. ഇതുകൊണ്ടൊന്നും ഭഗവാനെ കിട്ടത്തില്ല. ഭഗവത് ദർശനത്തിന് ഭഗവാന്റെ കാരുണ്യം വേണം. ആ കാരുണ്യം നീ കനിഞ്ഞു നൽകണേ കൃഷ്ണ എന്ന് പ്രാർത്ഥിക്കണം. കൃഷ്ണ, അങ്ങയെ കാണാൻ വേണ്ടി അങ്ങയുടെ കാരുണ്യമില്ലാതെ പറ്റില്ല. അങ്ങയുടെ കാരുണ്യം ചൊരിയണേ. അങ്ങയെ ഒരു നോക്ക് കാണാൻ കൃഷ്ണ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ഉണ്ടാകണേ. രാധയുടെ കൃഷ്ണ, രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹാം.